ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അനാവശ്യ രോമങ്ങൾ മാറ്റാനും സ്കിന്ന് നല്ല ഗ്ലോ ആകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു പീൽ ഓഫ് മാസ്ക്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ പീൽ ഓഫ് മാസ്ക് റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് റിസൾട്ട് കണ്ടാൽ നല്ല രീതിയിൽ തന്നെ മനസ്സിലാകും. ഇത് നല്ല ഡാർക്കാണ് ഈ കയ്യ്. ഇതെന്നാൽ ആ ഡാർക്കൊക്കെ മാറി ഒരു വൈറ്റനിങ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഗോൾഡൻ പീൽ ഓഫ് മാസ്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഗോൾഡൻ ഗ്ലോ പീൽ ഓഫ് മാസ്ക് വേണം. ഞാൻ എടുത്തിരിക്കുന്ന എവർ യൂത്തിൻ്റെയാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് അതെടുക്കാം. ഒരു 1 to 2 സ്പൂണോളം പീൽ ഓഫ് മാസ്ക് എടുക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണോളം നമ്മുടെ കസ്തൂരി മഞ്ഞൾ വേണം. പിന്നെ നെക്സ്റ്റ് റോസ് വാട്ടർ. ഇത് നമ്മുടെ അനാവശ്യമായ മുഖത്തുണ്ടാകുന്ന രോമങ്ങളൊക്കെ മാറ്റി ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമുക്കൊരു 1/2 ലെമൺ ജ്യൂസും കൂടി വേണം. എന്നിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യാം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് കിട്ടും. കിട്ടിയതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 20 to 13 മിനിറ്റോളം നമ്മുടെ സ്കിന്നിൽ വെക്കുക. വെച്ചതിന് ശേഷം ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അനാവശ്യമായിട്ടുള്ള രോമങ്ങളൊക്കെ മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആകാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനും സഹായിക്കുന്ന ഒരു പീൽ ഓഫ് മാസ്കാണിത്. അപ്പോൾ നമുക്കിതിങ്ങനെ ഇത് ഡ്രൈ ആകുന്ന നേരം വരെ വെക്കാം. വെച്ചതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഗോൾഡൻ ഗ്ലോ പീൽ ഓഫ് മാസ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും ഈ ഒരു മാസ്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. അതുവരെ ടാറ്റാ.